സ്വാതന്ത്ര്യമുള്ളിടത്ത് അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നു, അഭിപ്രായ വ്യത്യാസങ്ങളും. അഭിപ്രായങ്ങൾ വ്യത്യസ്തമാകുമ്പോഴാണ് തിരുത്തലുകൾ സംഭവിക്കുന്നത്. തിരുത്തലുകളിൽ നിന്ന് ആർജവം ഉൾക്കൊണ്ടാണ് ഒരു സമൂഹം വളരുന്നത്. IKCC ന്യൂയോർക്ക് അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം. ഹലോ. സുനിലേ, എന്നാ ഉണ്ടോ വിശേഷമൊക്കെ? ഓ, ഇങ്ങനെ പോകുന്ന സൈമ. എന്നാ ഒരു പതിവില്ലാത്തൊരു വിളി? ഞാനിങ്ങനെ എല്ലാരും ചുമ്മാ സ്നേഹം കൊണ്ട് വിളിച്ചാടാവേ. എന്നാലും നീ ആയോണ്ട് ഒരു ഉറപ്പില്ല. പിരവാണോ ബ്രോ? അവന്റെ ഒരു തമാശ, ഒറ്റ അടി. പിന്നെ ഞാൻ വിളിച്ചതേ, നാളെ പള്ളി പെരുന്നാളാണല്ലോ. അത് പിന്നെ മറക്കാൻ പറ്റുമോ? പെരുന്നാളിന് ഭാര്യയ്ക്ക് ഇടാനുള്ള ബ്ലൗസ് മേടിക്കാൻ 4ാമത്തെ പ്രാവശ്യ തൈക്കാരി ലീലാമ്മടുത്ത് പോകുന്നു. ആ ബ്ലൗസ് നമുക്കിനി വേണ്ടടാ. ബ്ലൗസ് ഇല്ലാതെ സാരി ഇടാനോ? എടാ, സാരിയെ വേണ്ടല്ലോ, പിന്നെന്തിനാ ബ്ലൗസ്? അത് നീ നിന്റെ ഭാര്യയോട് പറഞ്ഞാൽ മതി. എടാ അതല്ല, അതായതേ നമ്മൾ അസോസിയേഷൻ്റെ ആൾക്കാർ ഈ പെരുന്നാളിന് പോകരുത്. ആളില്ലാതെ പെരുന്നാൾ തകർന്ന് തരിപ്പണമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാൻ അവന്മാർ പള്ളിക്കാർ നാണിക്കണം. സംഗതിയൊക്കെ ശരിയാ, പക്ഷേ പെരുന്നാളിടാൻ 50,000 രൂപയുടെ സാരി മേടിച്ചതിക്കേ ഇനി ഭാര്യയെ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എടാ, പോവാൻ പറ്റത്തില്ലെന്ന് ഉറച്ച മനസ്സോടെ ദൃഢഭാവത്തിൽ സീരിയസ് ആയിട്ട് ഇങ്ങനെ നോ എന്നങ്ങ് പറയണം. ഒന്നുമില്ലല്ലോ, നീ നാട്ടിൽ പട്ടാളത്തിൽ പോയ ആളല്ലേടാ. ഉവ്വ, അതിലും ഭേദം അതിർത്തിയിൽ വല്ലതും യുദ്ധത്തിന് പോകുന്ന. അവിടെയാകുമ്പോൾ ഒറ്റ ഉണ്ടയ്ക്ക് തീർന്നു കിട്ടും. ഇവിടെയാവുമ്പോൾ വെടിയുണ്ട കെട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും, എന്നാ ചാവത്തുമില്ല. നീയൊക്കെ ഇങ്ങനെ പെങ്കോന്തനായല്ലോടാ സുനിലെ. എന്നെ കണ്ടു പഠിക്കും. വരച്ച വരയല്ല ഞാൻ പ്രിയനെ നിർത്തിയാക്കുന്നത്. ഏത് വരയുടെ കാര്യ സൈമച്ച? അത് പിന്നെ ഇന്ന് നീ പെട്ടെന്ന് വന്നോ. ഞാൻ ഈ റോട്ടിലൊരു മഞ്ഞ വരയില്ലേ, നീ കൃത്യമായിട്ട് വരയ്ക്കിപ്പുറത്ത് കൂടിയേ വണ്ടി ഓടിക്കുമെന്നാ പറഞ്ഞ. ചായ എടുക്കട്ടെ പ്രിയേ? ചായ അവിടെ നിൽക്കട്ടെ, നമുക്കൊരു ഗെയിം കളിക്കാം. എൻ്റെ ഫ്രണ്ടില്ലേ നാദ്ലി, അവള് പഠിപ്പിച്ചതാ. ഓ നാട്ട്ലി, ഓ നൈസ് നൈസ് നൈസ്. ശരി, കളിച്ചേക്കാം. ഗെയിം കളിക്കാൻ എനിക്ക് പണ്ട് മുതലേ ഒരു പ്രത്യേക ഇതാ. സൈമച്ചൻ ഒരു പെണ്ണിന്റെ പേര് പറയണം. പെണ്ണിന്റെ പേര് പറയണം? അതിനെന്നാ, ദേ പിടിച്ചോ, പ്രിയ. എൻ്റെ പേര് വേണ്ട, വേറെ ഏതെങ്കിലും ഒരു പേര്. വേറെ പേര്? അതെ, വേറെ ഏതെങ്കിലും ഒരു പേര്. ഓ, വേറെ ഏതെങ്കിലും പേര്. ചുമ്മാ ഒരു പേരങ്ങ് സങ്കല്പിക്കാനേ. കിട്ടി. കിട്ടിയോ? എങ്കിൽ പറ. ഉണ്ണിമായ TK. ഉണ്ണിമായ, നല്ല പേര് കേട്ടോ. ഈ ഉണ്ണിമേരി, ദിവ്യ ഉണ്ണി എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? അത് എന്താണെന്നറിയത്തില്ല, എനിക്ക് ആ പേര് വലിയ ഇഷ്ടം. അതല്ലേ പെട്ടെന്ന് ഇങ്ങോട്ട് മനസ്സിൽ വന്നത്. ആണോ? അതെന്നായിരിക്കും നിങ്ങൾക്ക് ആ പേരിനോട് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടം വരാൻ കാര്യം? അങ്ങനെ ഒത്തിരിയൊന്നുമില്ല, ജസ്റ്റ് ചെറിയ ലൈറ്റായിട്ടുള്ള ഒരു ഇഷ്ടം. ജസ്റ്റ് ചെറിയൊരിഷ്ടം? ചെറുത്, ലിറ്റിൽ ബിറ്റ് ഓൺലി. ആരായി ഉണ്ണിമായ? തികച്ചും സാങ്കല്പികം മാത്രം. ജീവിച്ചിരിക്കുന്നവരുമായി യാതൊരു ബന്ധവുമില്ല. ഒരു ബന്ധമില്ല? ഇല്ലെന്നേ, ചുമ്മാ ഒരു പേര്. നീയല്ലേ പറഞ്ഞ ഒരു പേര് പറയാൻ, അപ്പം ഞാനൊരു പേരങ്ങ് പറഞ്ഞു, അത്രേ ഉള്ളന്നേ. ചുമ്മാ ഒരു പേര് പറയാൻ പറഞ്ഞപ്പോൾ വേറെ ഒരു പേരും കിട്ടിയില്ലേ നിങ്ങൾക്ക്? നമ്മുടെ മോളുടെ പേര് പറയാമായിരുന്നല്ലോ, അമ്മയുടെ പേര്, അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളുടെ പേര്. ഈ ഉണ്ണിമായ എന്ന് തന്നെ പറയണം എന്നാ ഇത്ര നിർബന്ധം? അതും ഉണ്ണിമായ TK, ഇൻഷ്യലും കൂട്ടി. സത്യം പറ, പണ്ടത്തെ ഗേൾ ഫ്രണ്ട് അല്ലായിരുന്നോ? അയ്യോ, നോ, നെവർ, ഇംപോസിബിൾ. പ്രിയേ, നീ എന്ത് മാങ്ങാത്തൊലി ഇടപാടാണ് ഈ പറയുന്നത്? ആ ഫോണിങ് തന്നേ. അതെ, ഈ ഫോണിൽ ചാർജില്ല. വാട്സാപ്പ് നോക്കട്ടെ. ആണുങ്ങളുടെ എല്ലാ ഉടായ്പും വാട്സാപ്പിൽ കാണും. ABCDU. ഓ, ഉണ്ണിമായ.
ഞങ്ങളുടെ സ്കൂളിലെ ഗ്രൂപ്പിലുള്ളതാന്നേ. അങ്ങ് മറന്നങ്ങ് പോയി. ഉണ്ണിമായ. ആ ശരിയാ. ഇപ്പോഴാ ഓർമ്മ വന്നത്. ഓ, എന്നെന്നറിയത്തില്ല. എനിക്ക് ഈ പേര് വലിയ ഇഷ്ടം. സത്യം പറ, ഈ ഉണ്ണിമാങ്ങായുമായിട്ട് നിങ്ങൾക്കിപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ടോ? എൻ്റെ പൊന്നു പ്രിയെ, 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവളെ കണ്ടിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല. പിന്നെ ഈ പേര് മാത്രം ഓർമ്മയിൽ നിന്ന് ചുമ്മാ അങ്ങ് പൊങ്ങി വന്നോ? ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന കേസല്ല. ഈ ഗെയിം ആരാ പഠിപ്പിച്ചെന്നാ പറഞ്ഞേ? നാറ്റലി. നാറ്റലി അല്ല, നത്തോലിയാ അവള്. അവള് മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. ആ ഫിലിപ്പും സോണിയ, ദേവി തൻ്റെ മാനം കളയരുത്. ഞാൻ കുളിച്ചിട്ട് വരാം, പക്ഷെ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. ആ വാ, ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. അല്ല, എന്നാ സൈമച്ച, മുഖത്തൊരു വാട്ടം കാണുന്നുണ്ടല്ലോ. വാട്ടല്ല, പിന്നെ വാട്സാപ്പ്. അല്ല പിന്നെ ഈ വയറ്റിലൊരു ചെറിയ വയറ്റിൽ പ്രശ്നം വന്നാൽ സൂക്ഷിക്കണം. നമ്മുടെ ഷാജിച്ചേട്ടന് ഇതേപോലെ വയറ്റിലൊരു പ്രശ്നം വന്നു. നോക്കിയപ്പോൾ വയറ്റിൽ ക്യാൻസർ. ചെറിയതൊന്നും നിനക്ക് കിട്ടിയില്ലല്ലേ? നേരെ ക്യാൻസറെ തന്നെ കയറി പിടിച്ചു. ഭയം വേണ്ട, ജാഗ്രത മതി. അതവിടെ നിൽക്കട്ടെ. പോയ കാര്യം എന്തായി? എത്ര പേരെ മുടക്കി? ഒരു 20% ആൾക്കാർ പെരുന്നാളിന് പോയില്ലെന്ന് വാക്ക് തന്നിട്ടുണ്ട്, അല്ലേ സോണി? കുന്നായ്മ പറയുന്നത് നമ്മൾ ഇച്ചിരൂടെ കൂട്ടിയാൽ ഇനിയും മുടക്കാൻ സ്കോപ്പ് ഉണ്ട്. ആ കൂട്ടണം. പള്ളിയിലോട്ട് ജനം കൂടുതൽ പോകാൻ തുടങ്ങിയാലേ നമ്മുടെ അസോസിയേഷൻ അങ്ങ് ക്ഷയിക്കും. അതിപ്പം വോട്ട് ചെയ്യുന്നതിന് ഫീസ് വെച്ചപ്പം മുതലേ നന്നായിട്ട് ക്ഷയിക്കുന്നുണ്ട്. നമുക്കേ ഈ പള്ളിയുടെ പരിപാടിക്ക് പോകുന്നവരെ എൻഡോഗമി വിരുദ്ധരാണെന്ന് പറഞ്ഞൊരു ഊമക്കത്തങ്ങ് ഇറക്കിയാലോ? ഓ, പഴയ പോലെ കുത്തിത്തിരിപ്പിലൊന്നും ആൾക്കാർക്ക് ഒരു താല്പര്യമില്ലെന്നേ. എന്തെല്ലാം നമ്മൾ പറഞ്ഞു നോക്കി. ആ ഏതായാലും ഫിലിപ്പെ, സോണി, നിങ്ങൾ രണ്ടുപേരും പെരുന്നാളിന് പോകണം. ഞങ്ങളുടെ പട്ടി പോവും. അങ്ങോട്ട് ഇനി കാല് കുത്തില്ലെന്ന് ശപഥം ചെയ്തവരാ ഞങ്ങൾ. എടാ, അവിടെ ആരൊക്കെ വന്നു, ആരൊക്കെ കാശ് കൊടുത്തു, എന്തൊക്കെ സ്പോൺസർ ചെയ്തു, ഇതൊക്കെ നമ്മൾ അറിയണ്ടേ? അതൊക്കെ കണ്ടുപിടിക്കാനല്ലേ നമ്മൾ പോണത്. ആ തെറ്റൊക്കെ ദൈവം മാപ്പാക്കിക്കോളും. പ്ലീസ്, ഒരു നല്ല കാര്യത്തിനല്ലേടാ. ആ എന്തെങ്കിലും ആവട്ടെ, എങ്ങനെയാലും അവന്മാരുടെ പെരുന്നാളൊന്ന് പൊളിഞ്ഞാൽ മതിയായിരുന്നു. നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കുന്നേ. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. അടിപൊളി പെരുന്നാൾ. ബാക്കിക്കാരുടെ ചാത്തം പോലെ പറയുവാൻ തോന്നരുത്. പെരുന്നാൾ നമ്മൾ തകർത്തു. അതെ, ആള് ശകലം കുറവായിരുന്നു, പക്ഷെ ഓളം 10 മടങ്ങ് കൂടി. അല്ല ചാണ്ടി, നിങ്ങൾക്ക് മാത്രം പെരുന്നാളായിട്ട് ഒരു സന്തോഷവും ഇല്ലല്ലോ. സന്തോഷിക്കാനോ? നിങ്ങൾ കണ്ടില്ലേ ഈ അസോസിയേഷൻകാർ മുത്തുക്കുടയും പിടിച്ചുകൊണ്ട് ഈ പ്രദർശനത്തിന് നടന്നത്? ഇങ്ങോട്ട് കാലുകുത്തുവേലെന്ന് പറഞ്ഞു നടന്ന ടീംസാ. ഇപ്പൊ എന്തായി? മുത്തുക്കുടി എടുപ്പിച്ചില്ലേ നമ്മള്? എടാ, ഇന്ന് ഇവന്മാർ മുത്തുക്കുട പിടിച്ചു, നാളെ പൊതുയോഗത്തിൽ വന്ന് അഭിപ്രായം പറയാൻ തുടങ്ങും, പിന്നെ പാരീഷ് കൗൺസിൽ കയറും. അങ്ങനെ പതുക്കെ അവന്മാർ പള്ളി അങ്ങ് കഷത്തി വെച്ച് കൊണ്ടുപോകും. അപ്പം നമ്മളൊക്കെ ആരായി? ശശി. വെറും ശശിയല്ല, ശശാങ്ക് ശശി. ആകപ്പാടെ ഒരു സ്ഥാനവും വിലയൊക്കെ ഉള്ളത് ഇവിടെയാണ്. അതും പോയാൽ പിന്നെ ആ സൈമനെ പോലുള്ള തീവ്രവാദിയൊക്കെ വന്ന് കയറിയാൽ പിന്നെ നോക്കേണ്ട. അല്ല, സൈമനും നിങ്ങളും ഒക്കെ പണ്ട് വലിയ ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. സത്യത്തിൽ നിങ്ങൾ തമ്മിൽ എന്നാ പറ്റിയത്? ആയിരുന്നു. ഒരാത്മാവും 2 ശരീരവുമായി ജീവിച്ചൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ അസോസിയേഷൻ പ്രസിഡന്റ് ആവാൻ നിന്നപ്പോൾ അവനും കൂട്ടുകാരും കൂടി കാലുവാരി മറ്റേ സ്ഥാനാർത്ഥി അങ്ങ് ജയിപ്പിച്ചു. അതെ, അതോടെ ചാണ്ടിച്ചായൻ ഇപ്പുറത്തേക്ക് ചാടി. അല്ല, കർത്താവിനിവിടെ ചാണ്ടിച്ചായനെ വേണമായിരുന്നല്ലോ, അതുകൊണ്ടാ. ഹലോ ഹലോ, ആരാടാ കുട്ടപ്പായി? ഒരു സാം ലൂക്ലിയ. എന്നും വിളിക്കും, പക്ഷെ എടുക്കുമ്പോൾ ഒന്നും മിണ്ടുവേല. കാണിച്ചേ. എടാ, സാം ലൂക്ലി അല്ല, സ്കാം ലൈക്ലി. എന്നതാടാ? ചാത്തൻ കോള എടുത്തേക്കരുത്. ഓ, വീട്ടുപേര് അത്ര പരിചയമില്ലാത്തപ്പോഴേ തോന്നിയതാ. പിന്നെ ഓർത്തു
കൂപ്ലി എന്നൊക്കെ പറയുന്ന പോലെ ലൂക്ലി എന്ന പോലെ വീട്ടുപേരും ആയിരിക്കുമെന്ന്. അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. കാര്യം നല്ല അച്ഛനൊക്കെയാ, പക്ഷെ കുത്തിത്തിരിപ്പിൽ ഒരു താല്പര്യവും ഇല്ല. അതൊക്കെ നമ്മുടെ പഴയ അച്ഛനെ കണ്ടുപിടിക്കണം. ആ അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വാ, ഞങ്ങളൊന്ന് കാണാനിരിക്കുകയായിരുന്നു. ആ, എല്ലാവരും ഉണ്ടല്ലോ. പെരുന്നാളൊക്കെ ഭംഗിയായി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഫ്രീ ആയി. നാട്ടിൽ നിന്ന് പോകണം. അച്ഛൻ പോകാൻ വരട്ടെ, നമുക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പാരിഷ് കൗൺസിൽ ജസ്റ്റ് കഴിഞ്ഞല്ലേ ഉള്ളൂ. അതെ, പക്ഷെ നമുക്ക് ചില പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കണം. അതായത് പുതിയതായി പള്ളിയിൽ വരുന്നവർക്ക് പാരിഷ് കമ്മിറ്റിയിൽ കയറണമെങ്കിൽ കുടിശ്ശിക മുഴുവൻ അങ്ങ് കൊടുക്കണം. ഇയർലി മെമ്പർഷിപ്പ് ഫീ കൊടുത്താൽ മതി എന്നല്ലേ നമ്മൾ തീരുമാനിച്ചത്. ഈ കുടിശ്ശിക എന്ന് പറയുമ്പോൾ പള്ളി മേടിച്ചപ്പോൾ മുതലുള്ള കണക്കെടുക്കണം. പള്ളിയുടെ ബിൽഡിംഗ് ഫണ്ടിലേക്കുള്ള സംഭാവന, 10 വർഷത്തെ മെമ്പർഷിപ്പ് ഫീസ്, പിന്നെ പാർക്കിംഗ് ലോട്ട്, ഫ്ലോറിങ്, സീലിംഗ്, അങ്ങനെ. അതെ, എല്ലാം കണക്കി കൂട്ടണം. എന്നിട്ട് ഒരു തുക അങ്ങ് പറയണം. അവസാനം പാരിഷ് കൗൺസിൽ മെമ്പർ ആവണേൽ ലോട്ടറി അടിക്കേണ്ട അവസ്ഥയാകുമോ? ആ, ഇത്രയും കൊടുക്കുന്ന ഇവിടെ വന്ന് അഭിപ്രായം പറഞ്ഞാൽ മതിയെന്നേ. ഞങ്ങൾ കൊടുത്തതല്ലേ, പുതുതായിട്ട് വരുന്നവർ അനുഭവിക്കട്ടെ. എന്നാലും അസോസിയേഷൻകാർ നമ്മളെ ഇലക്ഷന് കയറ്റാതിരിക്കാൻ ഫീസ് കൂട്ടി ബൈലോ മാറ്റിയില്ലേ, അതുപോലെ നമ്മളും അങ്ങ് കൂട്ടണം. കാശ് ഇത്രയും കൊടുക്കണമെന്ന് പറയുമ്പോഴേ ഈ അരുക്കുലത്തെ ടീംസ് ഒന്നും പിന്നെ ഇങ്ങോട്ട് വരികയില്ല. നമുക്കിപ്പോൾ പോകുന്ന പോലെ സമാധാനത്തിലൊക്കെ പോകാന്നേ. എന്നാ അച്ഛനൊരു സമ്മതക്കുറവ്? അത് പിന്നെ കുട്ടപ്പായി, നമ്മളെല്ലാം ജ്ഞാനായക്കാരല്ലേ. അച്ഛൻ ഞങ്ങളോട് അനുവാദം ചോദിക്കാതെ അസോസിയേഷൻ്റെ വടംവലിക്ക് പോയതൊക്കെ ഞങ്ങൾ അറിഞ്ഞ്. അതെ, അച്ഛൻ അവമാറിയിടത്തേക്ക് ഒരു ചായ ഉണ്ട്. ആ, നിങ്ങളായി, നിങ്ങളുടെ ഇടവകയായി. ഞാൻ അടുത്ത വർഷം ഇവിടുന്ന് അങ്ങ് പോവും. എന്താ ശരിയെന്ന് വെച്ചാൽ നിങ്ങളങ്ങ് ചെയ്യുക. അല്ലാതിപ്പോൾ ഞാൻ എന്ത് പറയാനാ? ഞങ്ങൾ അടുത്ത മീറ്റിംഗിന് ഇതങ്ങ് അവതരിപ്പിക്കും. അച്ഛൻ ഒന്നങ്ങ് മൂളി വിട്ടാൽ മതി. മൂളി എന്നെ മേളിലേക്ക് അങ്ങ് എടുക്കാറായി. പിന്നെ ചാണ്ടി, നിന്റെ മോൾ ടിസ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? കല്യാണമൊക്കെ ആലോചിക്കണ്ടേ? ഓ, എന്നാ പറയാൻ അച്ഛാ, കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ മാത്രം അവൾക്കൊരു താല്പര്യമില്ല. കാര്യം പഠിത്തത്തിന് പഠിത്തം, ജോലിക്ക് ജോലി, സൗന്ദര്യത്തിന് സൗന്ദര്യം എല്ലാം ഉണ്ട്. പക്ഷെ ചെറുക്കന്മാർ വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അവളിപ്പോ എവിടെയാ ജോലിയൊക്കെ? ഇപ്പോൾ ഒരു പ്രോജക്റ്റിനോ മറ്റോ മെക്സിക്കോയ്ക്ക് പോയിരിക്കുക. അവിടെ അടിച്ചു പൊളിച്ച് നടക്കുവാന്നേ. ഇത് കണ്ടില്ലേ, ഇന്ന് രാവിലത്തെ പോസ്റ്റാ. सन 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 हवा, टिप 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 बूंदे, गुर्राते बिजलियां। भीगी भीगी साड़ी में यूं ठुमके लगाती तू, जैसा फिल्मों में होता है, हो रहा है हूबहू। आई 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 जुबी डूबी डूबी पंपारा, जुबी डूबी परांपा, जुबी डूबी नाचे क्यों पागल स्टूपिड man। zubi dubi pampara, zubi dubi parampa, zubi dubi nache kyun pagal stupid man। Zubi dubi pampara, zubi dubi parampa, zubi dubi nache kyun pagal stupid man। മലയാളികളുടെ ഒരു കാര്യം, ഏറ്റവും ചീപ്പായിട്ട് ഈ സെൻറ്റർ വാടകയ്ക്ക് എടുക്കുകയും ചെയ്യും, എന്നാൽ പ്രോപ്പറായിട്ടൊന്നും ക്ലീൻ ചെയ്യത്തുമില്ല. എന്തൊരു തലവേദനയായത്. അറിഞ്ഞോ? ഹോട്ട് ന്യൂസ്, പള്ളിയിൽ എല്ലാത്തിനും റേറ്റ് കൂടി. എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ്,
കുടിശ്ശിക, സ്പോൺസർഷിപ്പ്, അങ്ങനെ എല്ലാത്തിനും വിലക്കയറ്റം. നിലവിൽ കുർബാന ഇപ്പോഴും ഫ്രീയാ. ഇനിയിപ്പം അതിനും ടിക്കറ്റ് വയ്ക്കുമെന്ന് അറിയാൻ മേല. മോശം മോശം മോശം, വളരെ മോശം. ഇത് നമ്മൾ ജനങ്ങളിലേക്ക് എത്തി. അല്ല, അതിനിപ്പം നമ്മളാരും അങ്ങ് പോകുന്നില്ലല്ലോ. നമ്മുടെ കാശിട്ട് പോകുന്നുമില്ല. പിന്നെ നമുക്കെന്നാ ചെയ്തം? അല്ല, എന്നാലുമേ പിഴിയുന്നതിനൊരു മര്യാദയില്ലേ? അൺലിമിറ്റഡിനുമില്ലേ ഒരു ലിമിറ്റ്? ഇത് ഞങ്ങൾ 1-2 പേരോട് പറഞ്ഞു. പക്ഷേ അവർ പറയുക, വോട്ടിംഗ് മെമ്പർ ആവാൻ ആയിരക്കണക്കിന് ഡോളർ കെട്ടിവെക്കാൻ പറയുന്ന അസോസിയേഷനും പാരിഷ് കൗൺസിൽ മെമ്പറാകാൻ പണ്ട് മുതലുള്ള കുടിശ്ശിക കെട്ടിവെക്കണമെന്ന് പറയുന്ന പള്ളിയുമായിട്ട് എന്നാ വ്യത്യാസമാണ്? വ്യത്യാസമുണ്ടല്ലോ. നമ്മുടെ കമ്മ്യൂണിറ്റി സെൻറ്ററിൽ ആർക്കും വരാം, പരിപാടി കൂടാം, ഫുഡ് കഴിക്കാം. മെമ്പർഷിപ്പ് വെറും $100 അല്ലേ ഉള്ളൂ. പക്ഷേ അഭിപ്രായം പറയണേലും വോട്ട് ചെയ്യണേലും കാശ് കൂടുതൽ എറിയണം. അല്ല, ഇത് തന്നെയല്ലേ പള്ളിക്കാരും പറയുന്നത്? മൊത്തം കൺഫ്യൂഷനായി. അത് പിന്നെ എടാ, നല്ലൊരു ഫീസ് വെച്ചില്ലെങ്കിലേ എല്ലാ അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പൂത്തിയും ഒക്കെ വന്ന് ഇലക്ഷന് നിന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി സെൻറ്റർ അങ്ങ് കൊണ്ടുപോകും. ഈ തീരുമാനത്തെ ആരെങ്കിലും എതിർത്താൽ അവർ സമുദായ സ്നേഹികളല്ല, എൻഡോഗമി വിരുദ്ധരാണ്. ഏയ്, എനിക്കൊരു എതിർപ്പുമില്ല. നിനക്കുണ്ടോ ഫിലിപ്പേ? ഏയ്, ഞാൻ ഒറിജിനൽ AD 345. ഇതൊക്കെ ആ സമുദായദ്രോഹി കുലം കുത്തി ചാണ്ടിയുടെ പണിയാ. എനിക്കറിയാം. ഫിലിപ്പേ, നീ ഉടനെ തന്നെ ആ ഊമക്കത്ത് സന്തോഷിനെ ഒന്ന് വിളിക്കും. ഊമക്കത്ത് സന്തോഷ് ഇപ്പം നാട്ടിലാണല്ലോ. അതൊന്നും കുഴപ്പമില്ലെന്നേ. മാറ്റർ കിട്ടിയ അവൻ നാട്ടിൽ നിന്ന് ഊമ മെയിൽ അയച്ചോളൂ. ആ, ചെറുക്കം വിളിക്കുന്നുണ്ട്. അങ്ങോട്ട് വിളിച്ചാൽ ഒരിക്കലും എടുക്കത്തില്ല. അതുകൊണ്ട് വിളിക്കുമ്പോഴേ എടുത്തില്ലെങ്കിലേ കിട്ടത്തില്ല. ഹലോ. Hey Dad, I'm in Mexico now. Sorry, forgot to tell you. മെക്സിക്കോയോ? ഇതൊരുമാതിരി അതിരമ്പഴ ചന്തയ്ക്ക് പോയെന്ന് പറയണ പോലെയാണല്ലോടാ. വേ, I already told you last week. Also, Mom already knows I'm here. അത് ശരി. ഇനി എന്നത്തേക്കാണാവോ മടക്കം? കാശ് തരുമ്പോൾ വരും. Let me call you back. Bad signal. Bye. കണ്ടമാനം കാശുണ്ടാക്കുന്നതിൻ്റെ കുന്തളിപ്പായവനൊക്കെ. മെക്സിക്കോയെ അവൻ പോയെങ്കിൽ നമ്മുടെ മോനും കൂടെ കാണും. ഒന്ന് വിളിച്ചോട്ടെ. ഇന്ത്യ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് വെക്കേഷന് പോയിട്ടുണ്ടോ ഫിലിപ്പേ നമ്മളൊക്കെ? അതെ, അതാണ് നമ്മുടെ രാജ്യസ്നേഹം. എത്ര ഉണ്ടാക്കിയാലും ഇവൻ്റെ ഒന്നും ബാങ്കിൽ ഒന്നും കാണത്തില്ല. എപ്പം നോക്കിയാലും ഈ അടിച്ചുപൊളിയല്ലേ ഉള്ളൂ. Okay. Hey. Okay. Boy, you're a banger. Malabari ganger. Emmachara kitty boy, kambu chulli manam. Petti kutti katti chitte 5-10 mangum. Then I got a bigin boy, kannum pooty paadum. This the brown color chip. My pillar drip. Right from the top, boy, that legit. Where's the chain on your neck, boy? Coffee raji. Just in case when you hit, boy, got legit. Hey, boy, you're a banger. Malabari ganger. Emmachara kitty boy, kambu chulli manam. Petti kutti katti chitte 5-10 mangum. Then I got a bigin boy, kannum pooty paadum. This the brown color chip. My pillar drip. Right from the top, boy, that legit. Where's the chain on your neck, boy? Coffee raji. Just in case when you hit, boy, got legit. Hey. La 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 la. La 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 la. La 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 la. Illuminati, Illuminati. Annatani naadan kolam Illuminati. Illuminati, Illuminati. Annatani naadan kolam Illuminati. These Indian kids are everywhere. I know. Talk about the chances of seeing a bunch of Indian kids in a random beach in Mexico.
Wait, one of them looks familiar. No way. Yo, those girls at the other table are talking about us. Not to lie, that girl in the black sweater looks kind of cute. ടെസ, നീ എന്നെ ഇന്ന് വിളിക്കാതിരുന്നേ? Hi, Emma. We're at the restaurant. Hotel Chenita Vilikam. ഞാൻ തന്നുവിട്ട ചിക്കൻ സാൻഡ്വിച്ച് നീ കഴിച്ചായിരുന്നോ? ഫുഡൊക്കെ സമയത്ത് കഴിക്കണം. Okay, Emma. I'm with my friends right now. Nyan Pinne Vilikam. You guys Malus too? Yeah, where are you from? New York. Really? We are from New York too. See, I told you. You were cousins with Reshma and Tinu, right? Yes. OMG, you know them? Wait, so you're Kanad too? Yeah, you too? Wait, you're both from New York and you're both Kana and you guys don't know each other? Yeah, never seen you at the Kana Center or KCYL. Oh, my family only goes to the Palli. They don't go to the community center. Same here. My family never goes to the Pali. They're association guys. That doesn't make sense. You guys are all Kananea. I know. It's a shame. We've never met in New York and now we're meeting here. Hey, can you ask them to join us tomorrow for the trip? Hera, you like her, don't you? He's kind of cute, right? You guys want to join us tomorrow for the hiking trip? Yes. What's a color? Down to Carlos Santana in the GMB Ghetto and Blues from the refugee camp. Maria, Maria, she remind me of a West Side Story, growing up in Spanish Harlem. She living a life just like a movie star. Carlos Santana. Chola, mama chola, ahora vengo mama chola. East Coast, ahora vengo mama chola, ahora vengo Maria, Maria, she remind me of a West Side Story, growing up in Spanish Harlem. She living the life just like a movie star. എടാ തൊമ്മ, എത്ര നാളായി നിന്നെ കണ്ടിട്ട്? അമേരിക്കയിലാന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? വല്ലപ്പോഴൊക്കെ ഇതിലെ നിന്ന് വന്നാൽ എന്നാ നിനക്ക്? അത് പിന്നെ ഭയങ്കര തിരക്കാ ചേച്ചി. ഈ ജോലി ഇല്ലാത്തതുകൊണ്ട് നിന്ന് തിരിയാൻ പോലും സമയമില്ല. കേട്ടോ കുഞ്ഞിളിയാ, നമുക്ക് കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. അത് ഞാനും ചിന്തിക്കാതിരുന്നില്ല. എത്ര നാളാണ് ഞാനിങ്ങനെ ഒറ്റ തടിയായിട്ട്. ഈ അളിയന് മാത്രമേ എൻ്റെ കാര്യത്തിൽ ശുഷ്കാന്തിയുള്ളൂ. ഛേ, നിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ മോളെ കെട്ടിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്കും വേണ്ട അളിയ ഒരു ഭാവിയൊക്കെ. അല്ല, നിനക്കിപ്പോൾ ആരെ വേണമെങ്കിലും കെട്ടാലോ. ടെസാമോളുടെ കാര്യം അങ്ങനെയാണോ? കല്യാണപ്രായം കഴിഞ്ഞാൽ പിന്നെ ഇവൾക്കൊക്കെ കല്യാണത്തോടുള്ള താല്പര്യം തന്നെ അങ്ങ് പോകുന്നേ. പിന്നെ നിന്റെ കല്യാണം നമുക്ക് നടത്താടാ. ഈ അളിയൻ മുന്നിൽ നിന്ന് നടത്തിത്തരും. ആദ്യം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അളിയൻ തന്നെത്താൻ കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്ക്. ടെസമോളുടെ കാര്യത്തിൽ ഇവന് താല്പര്യമൊന്നും ഇല്ലെന്നാണോ ചാണ്ടിച്ചാൻ വിചാരിച്ചത്? എത്ര ചെറുക്കന്മാരുടെ കാര്യം അവൻ പറഞ്ഞു. നമ്മുടെ ഒരു കുടുംബ പേരും അവളുടെ വിദ്യാഭ്യാസവും ജോലിയൊക്കെ വെച്ചു അതൊന്നും പോരാന്നേ. സാമ്പത്തിക ഇച്ചിരി കൂടിയാലും കുടുംബ പേര് ഒട്ടും താഴരുത്, അത്രയേ ഉള്ളൂ.
ഒരു പയ്യനുണ്ട്. ആ പറ. നല്ല ഒന്നാം തരം ജ്ഞാനായ ഫാമിലി. ആ നല്ല ജോലി, വിദ്യാഭ്യാസം, അടിപൊളി. കാണാനാണെങ്കിൽ മിടുക്കൻ. മതി. അല്ലേലും നമുക്കങ്ങനെ കൂടിയ ഡിമാൻഡ്സ് ഒന്നുമില്ല, അല്ലേ ആലീസേ? പക്ഷെ ഒരു കുഴപ്പമുണ്ട്. കുഴപ്പമോ? ചെറുക്കന് ഇപ്പോൾ കല്യാണം വേണ്ടാന്നാ പറയുന്നത്. പിന്നെ നീ എന്നെ ഉണ്ടാക്കാനാ നീ ഈ കേസ് പറഞ്ഞത്? ചെറുക്കൻ ഉണ്ടെന്നല്ലേ പറഞ്ഞോളൂ, അത് സത്യമാണല്ലോ. വെറുതെ അല്ലേ ഇവന് പെണ്ണ് കിട്ടാത്തത്. ആ മോളെ, നീ ഇന്ന് ജോലിക്ക് പോയില്ലേ? Nope, working from home today. Me too. ആ നിങ്ങളൊന്ന് സംസാരിച്ചിരിക്കേ, ഞാനേ ഇമെയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. Guys, there's something I need to tell you. എന്താ മോളെ? ഒരു ചെറുക്കൻ്റെ കാര്യ. കർത്താവേ, മിനിച്ചേക്കണേ. ജ്ഞാനായക്കാരനാണോ? Yeah. ഓ, ആ ടെൻഷൻ മാറി. പറ മോളെ, ഏതാ പയ്യൻ? We're just talking, okay? Just talking. മതി, മെല്ലെ മതി. പയ്യൻ എവിടുന്നാ മോളെ? ലാസ്റ്റ് നെയിം എന്നാ? വീട്ടുപേരറിയാവോ? He's from New York too. വീട്ടുപേര് I think is എട്ടുവീട്ടിൽ. ഈ എട്ടുവീട്ടിൽ എന്ന് പറയുമ്പോ ഈ എട്ടുവീട്ടിൽ സൈമന്റെ? That's his dad. അതങ്ങ് വേണ്ടെന്ന് വെച്ചേക്ക്, എല്ലാം നിർത്തിക്കോ. Why? ഈ വിവാഹം ഒരിക്കലും നടക്കില്ല. I don't understand, Dad. Why? എടി, അവർ അസോസിയേഷന്റെ ആൾക്കാരാ, നമ്മൾ പള്ളിക്കാരാ, നമ്മൾ തമ്മിൽ ചേരില്ല. I thought you guys would be happy that I finally found a Kananaya guy. വേറെ എന്തുമാത്രം ക്രാനായ പിള്ളേരുണ്ട്. ആ പരമദ്രോഹിയുടെ മോനെ മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ. എന്തൊരു കഷ്ടാന്ന് നോക്കിക്കേ. Dad, he's a good kid. He's educated, has a good job, and is one of the nicest guys I've ever met. ഒരിക്കലും നടക്കില്ല. അസോസിയേഷൻകാരുടെ മക്കൾക്ക് എന്റെ പെണ്ണിനെ കൊടുക്കുന്ന പ്രശ്നമില്ല. I don't understand your politics, Dad. This is unbelievable. മോളെ, എടാ ചാണ്ടി, ചെറ്റ്, പരമ തെണ്ടി, അന്തസ് വേണോടാ, അന്തസ്. നിന്റെ മോളെ വിട്ട് എൻ്റെ മോനെ പ്രേമിപ്പിച്ച് കെട്ടിച്ച് അസോസിയേഷൻ തകർക്കാനുള്ള നിന്റെ ചീപ്പ് പണിയല്ലടാ ഇത്. Wait, what's happening? മനസ്സിലായടാ, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. ഇതിനാടാ മലയാളത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ആദ്യം പ്രേമം നടിച്ച് നിന്റെ കുടുംബം എൻ്റെ മോളെ മയക്കും, പിന്നെ സൂത്രത്തിൽ പള്ളി കയറിപ്പറ്റി ഓരോരുത്തരെയായിട്ട് വലിക്കാൻ നോക്കും. നിങ്ങൾ ചുമ്മാ കുടിച്ചിട്ട് അതും ഇതും പറയാതെ ഇങ്ങോട്ട് വരുന്നുണ്ടോ? സോറി കേട്ടോ. വിടറി എന്നെ, ഇവനോട് രണ്ട് പറഞ്ഞിട്ട് തന്നെ കാര്യം. Dad, please, let's go. ഇറങ്ങിക്കോണം എൻ്റെ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഞാനിപ്പോൾ 911 കറക്കും. പ്ലീസ് നിങ്ങളൊന്ന് മിണ്ടാതെ. Dad, please don't say anything. നീ അങ്ങോട്ട് ഉണ്ടാക്കടാ, ഇത് ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഞാനിത് സമ്മതിക്കത്തില്ലടാ. നിന്റെ കൊക്കങ്ങ് ഒലത്തും. ഇനി നീ സമ്മതിച്ചാലും ഈ കല്യാണം ഞാൻ സമ്മതിക്കത്തില്ലടാ. ഞാൻ പോയിട്ട് എൻ്റെ പട്ടി പോലും സമ്മതിക്കത്തില്ലടാ. ഇറങ്ങടാ എൻ്റെ വീട്ടിൽ നിന്ന്. നീ നോക്കിയിരുന്നോടാ, നമുക്ക് കാണാടാ. കാണിക്കാടാ നിന്നെ ഞാൻ. ഈ മണപ്പാട്ടിൽ ചാണ്ടി കളി തുടങ്ങിയിട്ടുള്ളടാ.
മെയിൻ വടംവലി നമുക്ക് ഇവിടെ ആക്കാം. ഇവിടെ ആകുമ്പോൾ കൂടുതൽ ആൾക്കാരെ കൊള്ളിക്കാം. സോണി, നമുക്കിത് വെറും വടംവലി മത്സരമല്ല, നമ്മുടെ അസോസിയേഷൻ്റെ ശക്തി തെളിയിക്കാനുള്ള ഗോൾഡൻ ചാൻസാണ്. പള്ളിക്കാർ ഒരു ഇൻ്റർനാഷണൽ വടംവലി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് കേട്ടായിരുന്നു. ഇത് വിജയിച്ചാൽ പിന്നെ അവന്മാർ ആ പ്ലാൻ അങ്ങ് ഉപേക്ഷിച്ചോളും. അല്ല, സൈമച്ചൻ ആ ചാണ്ടിയുടെ വീട്ടിൽ ചെന്ന് ചില്ലറ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയെന്ന് കേട്ടുള്ളൂ. ഉള്ളതാണോ? ഫിലിപ്പേ, നീ അവൻ്റെ കാര്യം എന്നെ ഓർമ്മിപ്പിക്കാതെ, എൻ്റെ മൂഡ് പോകും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നിർത്തിക്കോ, എല്ലാം നിർത്തിക്കോ. സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഈ പാർക്കിംഗ് ലോട്ടിൽ സ്പോർട്സ് നടത്തരുതെന്ന് പറഞ്ഞിട്ടുള്ള കോടതിയുടെ ഉത്തരവാ. ആർക്കും വായിക്കാം. കടന്നു വരൂ. ഇംഗ്ലീഷിലാ. കുട്ടപ്പായി, കണ്ണാടി വലുതും വേണമെന്ന് ചോദിക്കടാ. കെട്ടിക്കാരായ മക്കളൊക്കെ ഉള്ളവരല്ലേ, വെള്ളെഴുത്ത് കാണും, വെള്ളെഴുത്ത്. നീ കലിപ്പ് തീർക്കുക അല്ലേ? അതേടാ, കലിപ്പ് തീർക്കാൻ തന്നെയാ. നിന്നെ നിന്റെ അസോസിയേഷനെ തീർക്കാൻ തന്നെയാടാ ഞങ്ങളുടെ ഉദ്ദേശം. ഒരു വർഷമായിട്ടുള്ള ഞങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാടാ ഈ വടംവലി. അതിന് വിഷം വയ്ക്കുന്ന നിങ്ങൾ പള്ളിക്കാരെ ഞങ്ങൾ വെറുതെ വിടില്ലടാ. അടിച്ചോടിക്കടായി വന്നാൽ നിർത്ത്. ആരാ നിങ്ങൾ? മനസ്സിലായില്ലല്ലോ. അതെ, താനാരാ? ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളും. പക്ഷെ നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്ന കോമാളിത്തരങ്ങൾ നിങ്ങൾക്ക് എന്ന് മനസ്സിലാവും? ജ്ഞാനായക്കാരാണ് പോലും. താൻ ഏത് ഗ്രൂപ്പാ? പള്ളിയാണോ അസോസിയേഷനാണോ? പള്ളിയിലും പോണം, അസോസിയേഷൻ പരിപാടികളിലും പങ്കെടുക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പിലും പെടാത്ത വലിയൊരു ഗ്രൂപ്പുണ്ട് ഇവിടെ. അവരിൽ ഒരാളാണ് ഞാനെന്ന് കൂട്ടിക്കോ. തനിക്കിപ്പോൾ എന്നാ വേണ്ടേ? പള്ളിയുമായി ഓരൊത്തുതീർപ്പിനും ഞങ്ങളെ കിട്ടിയല്ല. ഞങ്ങളെ സമുദായത്തിൻ്റെ ആൾക്കാരാ. അസോസിയേഷനുമായി സഹകരിച്ചു പോകാനേ പള്ളിക്ക് ഒരു താല്പര്യമില്ല. ഞങ്ങളെ ദൈവത്തിൻ്റെ ആൾക്കാരാണ്. ശരി, രണ്ടുപേരോടുമായിട്ട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. ആദ്യം ദൈവത്തിൻ്റെ ആൾക്കാരോട് തന്നെ ചോദിക്കാം. നിങ്ങളിൽ എത്ര പേർ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്? ഇടതുപക്ഷം മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. കോൺഗ്രസ് ജയിക്കും, നോക്കിയോ. ഇനി എൻ്റെ ചോദ്യം സമുദായത്തിൻ്റെ ആൾക്കാരോടാ. നിങ്ങളിൽ എത്ര പേർ ഇവിടെ അമേരിക്കയിൽ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നു? ട്രംപ് കീ ജയ്, ട്രംപ് കീ ജയ്. ഇവൻ മാത്രമേ ഉള്ളൂ. ഞങ്ങളൊക്കെ കട്ട ഡെമോക്രാറ്റ്സാണ്. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെ ഇടയിലും വ്യത്യസ്തമായ ആശയങ്ങളുള്ളവരുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. എങ്കിലും അതിൻ്റെ പേരിൽ നിങ്ങൾ ചേരിതിരിഞ്ഞ് അടിയൊന്നും കൂടാറില്ല, ഉണ്ടോ? ഇതിന്റെ പേരിലൊക്കെ ആരെങ്കിലും തല്ലുകൂടുവോ? മണ്ടത്തരല്ലേ? അതെ, പൊളിറ്റിക്സ് വേറെ, ഫ്രണ്ട്ഷിപ്പ് വേറെ. എങ്കിൽ പിന്നെ എന്തിനാണ് സുഹൃത്തെ രണ്ട് ചിന്താഗതിയിൽ വിശ്വസിക്കുന്ന നിങ്ങൾ രണ്ടു കൂട്ടരും ഇങ്ങനെ ശത്രുക്കളെ പോലെ കടിച്ചു കയറാൻ നടക്കുന്നത്? ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമുണ്ട്, എഗ്രി ടു ഡിസഗ്രി എന്ന്. എതിരഭിപ്രായം പറയുന്നവനെ കടിച്ചു കയറുന്നതിന് പകരം അവൻ പറയുന്നതിനെ പറ്റി ഒരു നിമിഷം ചിന്തിക്കാനുള്ള ക്ഷമ കാണിച്ചാൽ തീരാനുള്ള പ്രശ്നങ്ങളെ ഉള്ളടോ ഈ ലോകത്ത്. ജ്ഞാനായക്കാരുടെ ജനസംഖ്യ ഏകദേശം 3 ലക്ഷത്തിന് മേളിലാണ്. വെറും 3 ലക്ഷം. അതായത് ലോകം മുഴുവനുള്ള ജ്ഞാനായക്കാരെ കൂട്ടിയാലും കേരളത്തിൻ്റെ ജനസംഖ്യയുടെ വെറും 1% മാത്രമേ നമ്മൾ വരുന്നുള്ളൂ. ഇത്രയും ചെറിയ ഒരു ജനസമൂഹമായ നമ്മൾ ഒന്നിച്ചു നിൽക്കാതെ എന്തിനാടോ അഭിപ്രായങ്ങളുടെ പേരിൽ 100 ഗ്രൂപ്പുകളായി ഇങ്ങനെ തമ്മിത്തല്ലുന്നത്? അച്ഛന്മാര് വന്നും പോയിരിക്കും, ഇലക്ഷനുകളും ഇങ്ങനെ എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കും. ആരൊക്കെ വന്നും പോയി വരുന്നാലും നമ്മൾ ജനങ്ങൾ ഇവിടെയൊക്കെ തന്നെ എന്നും കാണും. ആശയങ്ങളുടെ പേരിൽ നമ്മളിങ്ങനെ തമ്മിത്തല്ലി സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ജനറേഷനിൽ തന്നെ ജ്ഞാനായക്കാർ ഭൂമുഖത്ത് അപ്രസക്തമാവും. ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഏതൊരു സമുദായത്തിനും നിലനിൽപ്പുള്ളൂ. അതാരും മറക്കണ്ട. തല കറങ്ങുന്നു. സോണി, ഫിലിപ്പേ, ഒന്ന് പിടിച്ചേടാ. അയ്യോ അയ്യോ സൈമ, എന്നാ പറ്റിയടാ നിനക്ക്? അയ്യോ, ആരെങ്കിലും ആംബുലൻസ് വിളിക്ക്, 911 വിളിക്ക്. ആരുമില്ല ഇവിടെ. കുറച്ച് വെള്ളം കൊണ്ടുപോവാ, വേഗട്ടെ.
ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. നമ്മുടെ ഇടവകയിലെ സൈമൺ എട്ടുവീട്ടിൽ ഗുരുതരമായ ഒരു അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിലാണ്. ഈ അവസ്ഥയിൽ അദ്ദേഹത്തിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ അടിയന്തരമായ ആവശ്യമുണ്ട്. വളരെ റെയറായ O- ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ആവശ്യത്തിന് ഡോണേഴ്സിനെ കിട്ടാത്ത ഒരവസ്ഥയാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് ആ ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ദയവായി മുന്നോട്ട് വരിക. അതുപോലെ നമ്മുടെ പ്രാർത്ഥനയിൽ സൈമനെയും കുടുംബത്തെയും പ്രത്യേകം ഓർക്കാം. പിന്നെ അവനെ ഞാൻ ഒലക്കയുടെ മൂട് ഓർക്കും. പള്ളിക്കെതിരെ കൂടെ പാര വെച്ച് നടന്നവനല്ലേ, അനുഭവിക്കട്ടെ. നിങ്ങളിങ്ങനെ മേലാതെ കിടക്കുന്ന ആളെപ്പറ്റി വേണ്ടാതീനം പറയാതെ, പാപം കിട്ടും. എടീ, ഇതൊക്കെ ദൈവം കാണുന്നുണ്ടടി. വൈദിക ശാപം എന്ന് പറഞ്ഞാൽ എന്നാന്ന് വെച്ചാ 7 തലമുറ നിൽക്കുന്ന സാധനമാ. എന്റെ ചാണ്ടിച്ച, ഇതൊക്കെ ആർക്ക് വേണേലും എപ്പോൾ വേണേലും സംഭവിക്കാവുന്ന കാര്യങ്ങളാ. നിങ്ങളുടെ പള്ളിയിലെ വലിയൊരാളല്ലേ കാർ ആക്സിഡന്റിൽപ്പെട്ട് ദേഹം മുഴുവൻ തളർന്നു കിടക്കുന്നത്. അപ്പോൾ അതെന്ത് ശാപാ? അത് പിന്നെ നോർമൽ ആക്സിഡന്റ്. ഇത് തലയിൽ ഇടുത്തിയല്ലേ വീണേക്കുന്നത്. അവനവന് കിട്ടുമ്പോൾ മനസ്സിലായിക്കോളും. അന്ന് ആളുകൾ ഇതൊക്കെ തന്നെ പറയും നിങ്ങളെപ്പറ്റി. ആ മോളെ, നീ എങ്ങോട്ടാ? To the hospital. എന്നാ പറ്റി? എനിക്കൊന്നും പറ്റില്ല. I'm just gonna go donate some blood. ബ്ലഡോ? ആർക്ക്? Simon uncle. വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. I'm O-, Dad. And he needs a lot of blood now. നല്ല കാര്യം മോളെ, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും ഈ കാര്യത്തിൽ. പിന്നെ നല്ല കാര്യം. അതിനവൻ നമ്മുടെ ആരാ? What's the big deal, Dad? Oh, by the way, Dad, you are O- too. I got it from you. You can also help. Just saying. എനിക്ക് ബ്ലഡ് കൊടുക്കാൻ മേല, തല കറങ്ങും. ലോ BP, ഹൈ ഷുഗർ. നിങ്ങൾക്ക് വട്ട, ചെറിയ വട്ടൊന്നുമല്ല, കൂടിയ ഇനം വട്ട്. മാസങ്ങൾ 2 കടന്നുപോയി. ആളുകളുടെ പ്രാർത്ഥന കൊണ്ടാണോ ഡോക്ടർമാരുടെ മിടുക്കുകൊണ്ടാണോ എന്നറിയില്ല, സൈമന്റെ അസുഖം പൂർണ്ണമായും ഭേദമായി. അന്ന് അയാളെ കാണാൻ അപ്രതീക്ഷിതമായി ചില അതിഥികൾ വന്നെത്തി. അയ്യോ, ഇത് ആരൊക്കെയോ വന്നിരിക്കുന്നു നോക്കിയേ. വാ മോളെ. ടെസമോളും ചാണ്ടി സൈമച്ചൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വന്നെന്ന് ഞാൻ പറഞ്ഞത് വിശ്വാസം വരാഞ്ഞിട്ട് ഡോണേഴ്സിന്റെ ലിസ്റ്റിൽ പോയി നോക്കിയ ആളാ ഇത്. വേറെ ആർക്ക് കൊടുത്താലും ഇവന് ഞാൻ ബ്ലഡ് കൊടുക്കില്ലെന്ന് പറഞ്ഞ ആളായി നിൽക്കുന്നത്. നാണക്കേട് കാരണം ഞങ്ങളോട് പോലും പറയാതെയാ പോയി കൊടുത്തത്. എന്നോട് ക്ഷമിക്കണം. നിങ്ങളെയൊക്കെ ഞാൻ എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട്. എടാ, നീ ഓർക്കുന്നില്ലേ, പണ്ട് ബ്രോങ്സിൽ നിന്ന് 4 ട്രെയിൻ എടുത്ത് $5 ശമ്പളത്തിന് പൊയ്ക്കൊണ്ടിരുന്നത്? ആ സമയമൊക്കെയാടാ എനിക്കിപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നത്. ചാണ്ടി, സൈമ, ക്ഷമിക്കടാ. കൊള്ളാം കൊള്ളാം. അപ്പോ ഇത്രയൊക്കെ ഉള്ളായിരുന്നോ നിങ്ങളുടെ പള്ളി അസോസിയേഷൻ ശത്രുതയൊക്കെ? ഇയാളെ നമ്മൾ എവിടെയോ അന്ന് നമ്മൾ സെൻട്രൽ അടി കൂടിക്കൊണ്ടിരുന്നപ്പം വന്ന ആളല്ലേ ഇത്? ഒന്ന് ഇരുത്തി ആലോചിച്ചാൽ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സ്നേഹവും അടുപ്പവും എന്നൊക്കെ പറയുന്നത് നമ്മൾ ക്നാനായക്കാരുടെ DNA-യിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാടോ. അതൊന്നും അത്ര പെട്ടെന്നങ്ങ് ഇല്ലാതാവുന്നതല്ല. പിണങ്ങിയാലും ഇണങ്ങാൻ മറ്റാരേക്കാളും എളുപ്പമാണ്. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ പിള്ളേരുടെ കല്യാണക്കാരും കൂടി ഒന്നങ്ങ് കബൂലാക്കടോ. അതൊക്കെ എന്നേ ഞങ്ങൾക്ക് സമ്മതം അല്ലേ ചാണ്ടി? അത് മാത്രമല്ല, ഞങ്ങൾക്കിനി ഇവിടെ 2 ഗ്രൂപ്പില്ല, ഒന്നേ ഉള്ളൂ. സന്തോഷം. അപ്പോൾ നിങ്ങൾ ആഘോഷിക്കുക, എനിക്ക് പോകാൻ സമയമായി. അല്ല, നമുക്കൊരു ചെറുതെടുത്തിട്ട് പോവാന്നേ. അതൊക്കെ പിന്നീട് ഒരിക്കലാവാം. അമേരിക്കയിൽ ഇതുപോലെ അടി നടക്കുന്ന പല സ്ഥലങ്ങളിലും പോകാനുണ്ട്. പിന്നെ അവിടുന്ന് നേരെ UK, പിന്നെ ഓസ്ട്രേലിയ, അങ്ങനെ അങ്ങനെ. ഓ, അപ്പൊ ആൾ ഇന്റർനാഷണലാ അല്ലേ? സിൻസ് AD 345.
കിട്ടി കിട്ടി. ഞാൻ പറഞ്ഞില്ലേ അളിയാ, ഈ തൊമ്മനളിയൻ വാക്ക് പറഞ്ഞാൽ വാക്കാം. എന്നാ കിട്ടിയെന്നാടാ? കണ്ടോ, ആപ്പിൾ പോലത്തെ മുഖം, ആപ്പിളിൽ ആപ്പുണ്ടാക്കുന്ന ജോലി, ടെസമോൾക്ക് പറ്റിയ ചെറുക്കൻ. മോനെ തൊമ്മ, ഇവൾക്കിനി പയ്യനെ നോക്കി നീ കഷ്ടപ്പെടേണ്ടടാ. ഇവൾക്കുള്ള പയ്യനായി നിൽക്കുന്ന റിനോ. അത് ശരി. അപ്പം എല്ലാവരും കൂടി അങ്ങ് ഉറപ്പിച്ചോ? അപ്പം എന്നാ കല്യാണം? Well, we don't know if it's gonna happen. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? He hasn't proposed to me yet. Tessa, will you marry me? Yes. ഇപ്പം എല്ലാം ശരിയായില്ലേ? അടുത്ത ആഴ്ചത്തേക്ക് ഇവൻ ഏതാണ്ടൊക്കെയോ പ്ലാൻ ചെയ്യുകയാണ്. ഏതായാലും എല്ലാവരും ഉള്ള സ്ഥിതിക്ക് ഇന്ന് തന്നെ അതങ്ങ് നടന്നു. അളിയാ, ഇത് നമുക്ക് തകർക്കണം. സംശയം ഇത് നമ്മൾ പൊളിച്ചടുക്കും. മേക്കണീം താ പീലിയുമായിൽ മേൽത്തോന്നും മേനിയും തേതൈ പിടുത്തതെണ്ടും കൈയും മെയ്യും എന്നേക്കും വാഴവേ വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ വഴികുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം അഴിവുകാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ അഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുകമാർത്തോമൻ മലമേൽ നിന്നും വേദ്യനമ്പു ചാർത്തി മാറി എന്ന പോൽ മയിൽ മേലേറി നിന്ന നീല കാണവേണം പന്തലിൽ തൈതൈ പട്ടുടൻ പാണിപ്പുടവ പവിഴമുത്തുമാലയും തൈതൈ അലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാർത്തോമൻ തൈതൈ അലങ്കരിച്ച പന്തലിൽ വന്നിടുന്തരുൾക മാർത്തോമൻ തൈതൈ അലങ്കരിച്ച പന്തലിൽ വന്നരുൾ തരെ താകൃതി തത്താതിമൃതത്തെ
പോൽ